മെയ് 16 രാത്രി കുട്ടിക്ക് അനക്കമില്ലെന്ന സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് 8 മാസം ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശിനി പവിത്ര തൈക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എന്നാൽ ഇവിടെ ഡോക്ടർമാർ കൃത്യമായ പരിശോധന നടത്തുകയോ ചികിത്സ നൽകുകയോ ചെയ്തില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. തൈക്കാട് ഹോസ്പിറ്റലിൽ അന്ന് കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ ഒരു ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് രാത്രി അതിനാൽ കുട്ടി ഉറങ്ങുകയാണ്, കുട്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നിങ്ങളെന്താണ് കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ എന്നുള്ള രീതിയാണ് ചോദിച്ചത്. 17-ാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞ പ്രകാരം, നമ്മുടെ ആശാ ഡോക്ടർ പറഞ്ഞ പ്രകാരമുള്ള സ്കാനിങ് എടുക്കാൻ ടിഫ സ്കാനിങ് സെൻ്ററിലെത്തി. അവിടുത്തെ സ്കാനിങ്ങിലാണ് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിറച്ചതായി കണ്ടെത്തിയത്. തൊട്ടടുത്ത ദിവസം SIT ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിയെ പുറത്തെടുത്തു. എന്നാൽ 3 ദിവസമായിട്ടും പോസ്റ്റ്മോർട്ടം നടത്തി കുട്ടിയുടെ മൃതദേഹം ആശുപത്രി അധികൃതർ വിട്ടു നൽകിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് കുടുംബം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുൻപിൽ ശവമഞ്ചവുമായി പ്രതിഷേധിച്ചു. പവിത്രയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവ് പരാതികളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നതതല യോഗം വിളിച്ചു. യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.